തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത്. യുദ്ധത്തിൽ ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റെന്നും സർക്കാർ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഓരോ മനുഷ്യരെ നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാത്ത വേണ്ടതാണ് ഇതാണ് വച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈയെടുത്ത് ഞങ്ങൾ സ്വത്തപണം ചോദിക്കുന്നില്ല. പിണറായി വിജയൻ ഇത് ഒരു ഉദവി ചെയ്യണം. അവിടെ നിന്ന് ഇവിടെ MSCയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ അടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. തട്ടിപ്പിനിരയായവരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽ പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ, ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, നേരത്തെ കുടുങ്ങിയവരുടെ അവസ്ഥ അതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഒരു മലയാളി കൂടി ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്, കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള നടപടികളാണ് ഇവരെ തിരികെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ചില നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പുരോഗതിയൊക്കെ എങ്ങനെയാണ് ജയശങ്കർ? റിജിത്ത, നടപടികൾ എടുക്കുന്നു എന്ന് പറയുമ്പോഴും നിരന്തരമായി ഇത്തരത്തിൽ പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. കേരളത്തിൽ തന്നെ നിലവിൽ 4 പേരാണ് ഇത്തരത്തിൽ യുദ്ധമുഖത്ത് റഷ്യയിൽ ഉള്ളത്. ഇതിന്റെ എണ്ണം വരും ദിവസങ്ങളിലും ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഇതിന്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ, അതായത് ഏത് സംഘമാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മലയാളികൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ CBI സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ മറ്റും എടുത്തിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒപ്പം CBIയുടെയും കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം വേണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. റീജിത്ത്, ശരി. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.